ഒരു ദിവസം മെഹുലിന് ബിട്ടു എന്ന ഒരാളുടെ കോൾ വരുന്നു. ബിട്ടു മെഹുലിനോട് പറയുന്നു അവൻ കാട്ടിൽ മാങ്ങ പറിക്കുവാനായി വന്നതാണെന്ന്. പക്ഷേ കൊള്ളക്കാർ അവനെ പിന്തുടരുന്നുവെന്ന്. അവൻ വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നുവെന്ന്. ബിട്ടു, നീ ഓടിക്കൊണ്ടേയിരിക്കെ, നിന്റെ ലൊക്കേഷനും എന്നോട് പറയാം, ഞാനിപ്പോൾ തന്നെ അവിടേക്ക് എത്താം. ബിട്ടു മെഹുലിനോട് പറയുന്നു ആ സമയം അവനൊരു നദിയുടെ തീരത്താണെന്ന്, ചെടികൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണെന്ന്. മെഹുൽ പെട്ടെന്ന് തന്നെ തന്റെ തോക്കുമെടുത്ത് കാറിൽ കാട്ടിലേക്ക് പോകുന്നു. മെഹുൽ അതിവേഗത്തിൽ കാർ ഓടിച്ച് കാട്ടിലേക്ക് എത്തുന്നു. കാടിനുള്ളിലേക്ക് കടക്കുവാൻ മെഹുലിന് 3 വഴികളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ വഴി നദിയുടെ മുകളിലുള്ള പാലത്തിലൂടെയാണ്. രണ്ടാമത്തെ വഴി മാവിൻ തോട്ടത്തിലൂടെയുള്ളതാണ്. മൂന്നാമത്തെ വഴി ഒരു മൺപാതയാണ്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ മെഹുൽ ഈ 3 വഴികളിൽ ഏത് തിരഞ്ഞെടുക്കുമെന്ന്? ചിന്തിക്കൂ. മെഹുൽ നദിയിലെ പാലത്തിലൂടെയാകും പോവുക. കാരണം ബിട്ടു പറഞ്ഞിരുന്നു അവൻ നദിയുടെ അടുത്തെവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് പാലത്തിലൂടെ മെഹുൽ കാട്ടിലേക്ക് കടക്കുന്നു. എന്നിട്ട് നദിയുടെ തീരത്തുകൂടി തന്റെ വണ്ടി ഓടിക്കുന്നു. ബിട്ടുവിനെ അവിടെയെല്ലാം തിരയുന്നു. പക്ഷേ മെഹുൽ ബിട്ടുവിനെ കാണുന്നില്ല. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ലല്ലോ. അതിനുശേഷം മെഹുൽ മരത്തിന് ചുവട്ടിൽ തന്റെ കാർ നിർത്തുന്നു. തോക്ക് കയ്യിലെടുത്ത് കാട് ലക്ഷ്യമാക്കി നടക്കുന്നു. മെഹുൽ കൊടും കാട്ടിനുള്ളിൽ എത്തുന്നു. ഇവിടെ ഒരുപാട് കുറ്റിക്കാടുകളുണ്ടല്ലോ. ബിട്ടു ഈ സ്ഥലത്തിന്റെ കാര്യമാകും പറഞ്ഞത്. അടുത്ത് നദിയുമുണ്ട്. മെഹുൽ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുന്നു. അവിടെ 3 ചെറിയ വഴികൾ കാണുന്നു. ഈ കാൽപ്പാടുകൾ ഇപ്പോൾ പതിഞ്ഞതാണല്ലോ. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാനാകുമോ മെഹുൽ ഇതിലേത് വഴിയാകും തിരഞ്ഞെടുക്കുക എന്ന്? ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യത്തെ വഴിയിൽ ഒരാളുടെ കാൽപ്പാടുകളാണ് കാണുന്നത്. രണ്ടാമത്തെ വഴിയിൽ 1-ലധികം പേരുടെ കാൽപ്പാടുകളുണ്ട്. മൂന്നാമത്തെ വഴിയിൽ മൃഗങ്ങളുടെ കാൽപ്പാടുകളാണ്. അതിനർത്ഥം ബിട്ടു ചിലപ്പോൾ ആദ്യത്തെ വഴിയാകും തിരഞ്ഞെടുത്തതെന്നാണ്. കൊള്ളക്കാർ രണ്ടാമത്തെ വഴിയിലൂടെയാകും പോയത്. കാരണം കാൽപ്പാടുകൾ പതിഞ്ഞിട്ട് അധിക നേരമായിട്ടില്ല. മെഹുൽ ആദ്യത്തെ വഴി തിരഞ്ഞെടുത്ത് കൊടുങ്കാട്ടിനുള്ളിലേക്ക് കടക്കുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു മരത്തിന് ചുവട്ടിൽ ഒരു മനുഷ്യന്റെ ബോഡി മെഹുൽ കാണുന്നു. ഇത് ബിട്ടു ആണെന്നാണ് തോന്നുന്നത്. ഇവന്റെ ശരീരത്തിൽ നിന്ന് രക്തവും വരുന്നുണ്ടല്ലോ. പക്ഷേ മെഹുൽ ബിട്ടുവിന് അടുത്തേക്ക് പോകുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു മരത്തിന് മുകളിലേക്ക് കയറുന്നു. എന്തിനായിരിക്കും ലോജിക്കൽ ആർമി മെഹുൽ മരത്തിന് മുകളിൽ കയറിയത്? ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ. കുറ്റിച്ചെടികൾക്കിടയിൽ ഒരു സിംഹം ഒളിച്ചിരിക്കുന്നുണ്ട്. ഇലകൾക്കിടയിലൂടെ അതിന്റെ മുഖം വ്യക്തമായി കാണാം. മെഹുൽ അതിനെ കണ്ടിരുന്നു. അതാണ് ജീവൻ രക്ഷിക്കുവാനായി മെഹുൽ മരത്തിന് മുകളിൽ കയറി. മെഹുൽ കുറച്ചു നേരം അനങ്ങാതെ മരത്തിന് മുകളിൽ തന്നെ ഇരിക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തക്കം നോക്കി സിംഹം പുറത്തേക്ക് വരുന്നു. ബിട്ടുവിന്റെ അടുത്തേക്ക് അത് പോകുന്നു. ഇപ്പോൾ ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ ആ സിംഹം ബിട്ടുവിനെ തിന്നും. എന്തെങ്കിലും ചെയ്തേ തീരൂ. മെഹുൽ പെട്ടെന്ന് തന്റെ തോക്കെടുത്ത് വായുവിലേക്ക് വെടിവെക്കും. തോക്കിന്റെ ശബ്ദം കേട്ട് സിംഹം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. മെഹുൽ പെട്ടെന്ന് തന്നെ മരത്തിൽ നിന്നിറങ്ങി ബിട്ടുവിന്റെ അടുത്തേക്ക് പോകുന്നു. ബിട്ടുവിന്റെ നെഞ്ചിൽ വെടിയേറ്റിരുന്നു. അവൻ മരിച്ചിരിക്കുന്നു. ആ കൊള്ളക്കാരായിരിക്കും ബിട്ടുവിനെ കൊന്നത്. മെഹുൽ ബിട്ടുവിന്റെ ഡെഡ് ബോഡി നന്നായി പരിശോധിക്കുന്നു. അവന്റെ പക്കൽ നിന്ന് മൊബൈലും കുറച്ച് ഡോക്യുമെന്റ്സും കിട്ടുന്നു. ബിട്ടു ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അവന്റെ പക്കൽ അതിന്റെ ഡോക്യുമെന്റ്സും ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. അതിനർത്ഥം അവർ കൊള്ളക്കാരല്ല, മറ്റാരോ ആണ്. ബിട്ടുവിനെ കൊല്ലാനാണ് വന്നത്. ലോജിക്കൽ ആർമി, മെഹുലിന് എന്താവാം അങ്ങനെ തോന്നിയത്? അവർ കൊള്ളക്കാരല്ല, ബിട്ടുവിനെ കൊല്ലാൻ തന്നെ വന്നതാണെന്ന്. അവർ കൊള്ളക്കാരായിരുന്നുവെങ്കിൽ അവന്റെ വാച്ചും മൊബൈലും ഉപേക്ഷിച്ചിട്ട് പോകുമായിരുന്നില്ല. അത് മോഷ്ടിച്ചേനെ. അതിനർത്ഥം അവർ കൊല ചെയ്യുവാൻ തന്നെയാണ് വന്നത്. മെഹുൽ ബിട്ടുവിന്റെ ഡെഡ് ബോഡിയും എടുത്തുകൊണ്ട് കാറിനടുത്തേക്ക് നടക്കുന്നു. ഡെഡ് ബോഡി തന്റെ കാറിൽ വെച്ചിട്ട് കാട്ടിൽ നിന്ന് പോകുന്നു. എന്നിട്ട് ഡോക്ടർ സഞ്ജനയുടെ ലാബിൽ എത്തിച്ചേരുന്നു. എന്നത്തെയും പോലെ ലാബിന്റെ വാതിൽ ഒരു ലോജിക്കൽ പാസ്വേഡ് കൊണ്ട് ലോക്ക് ചെയ്തിരിക്കുന്നു. ഇതിലൊരു ബട്ടൺ ഓഡ് വൺ ഔട്ട് ആണ്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാനാകുമോ അതേത് ബട്ടണാണെന്ന്? ചിന്തിക്കൂ. ആദ്യത്തെ കേക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം പാക്കറ്റിലാണ്. മെഹുൽ ആദ്യത്തെ ബട്ടൺ പ്രസ് ചെയ്ത് ലാബിനുള്ളിലേക്ക് കടക്കുന്നു. ലാബിന്റെ ഉള്ളിൽ ഡോക്ടർ സഞ്ജന ഒരു മൂവി കാണുകയായിരുന്നു. അതിലൊരു സിംഹത്തെ കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് സിംഹത്തെ കാണുകയാണോ? ഞാനിപ്പോ യഥാർത്ഥ ഒന്നിനെ കണ്ടിട്ടാ വരുന്നത്. എന്തുപറ്റി മെഹുൽ? നിന്റെ അത്രയും ധൈര്യശാലിയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷേ നിന്റെ ഷർട്ടിൽ ഈ രക്തം എങ്ങനെ വന്നു? നിങ്ങൾ എന്നെ പുകഴ്ത്തുന്നത് മതിയാക്കി ഡെഡ് ബോഡിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോഴേക്കും ഞാൻ ഇയാളുടെ കമ്പനിയിൽ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അത് കഴിഞ്ഞ് മെഹുൽ ബാത്റൂമിൽ പോയി തന്റെ ഷർട്ടിലെ രക്തം കഴുകുന്നു. ഈ രക്തക്കറ അത്ര എളുപ്പത്തിലൊന്നും പോകില്ല. പുതിയ ഡ്രസ് തയ്ക്കേണ്ടി വരും. മെഹുൽ ബിട്ടുവിന്റെ ഡെഡ് ബോഡി ലാബിൽ എത്തിച്ചിട്ട് പെട്ടെന്ന് തന്റെ കാറും എടുത്ത് കമ്പനിയിലേക്ക് പോകുന്നു. ആദ്യം മെഹുൽ മാനേജറിന്റെ അടുത്തേക്ക് പോകുന്നു. എനിക്ക് ബിട്ടുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. സഹോദര, എനിക്ക് തീരെ സമയമില്ല, താല്പര്യവുമില്ല. പിന്നെ വരും.
മെഹുൽ പെട്ടെന്ന് മാനേജരെ തന്റെ ID കാർഡ് കാണിക്കുന്നു. സമയം എന്റെ പക്കലുമില്ല മാനേജർ, ബിട്ടുവിനെ ആരോ കൊന്നിരിക്കുന്നു. ക്ഷമിക്കണം സർ, എനിക്ക് താങ്കളെ മനസ്സിലായില്ല. ഞാൻ ബിട്ടുവിനെ കുറിച്ച് എല്ലാം പറയാം. അതിനുശേഷം മാനേജർ ബിട്ടുവിനെ കുറിച്ച് മെഹുലിനോട് എല്ലാം പറയുന്നു. മാനേജർ പറയുന്നത് അനുസരിച്ച് നോക്കുമ്പോൾ ബിട്ടു വളരെ നല്ലവനായ ഒരു മനുഷ്യനായിരുന്നു. മെഹുലിന് ബിട്ടുവിന്റെ കമ്പനിയിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും ലഭിക്കുന്നില്ല. പക്ഷേ ബിട്ടുവിന് 3 സുഹൃത്തുക്കളുണ്ടെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. മെഹുൽ ബിട്ടുവിന്റെ 3 കൂട്ടുകാരെയും ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിക്കുന്നു. ചോദ്യം ചെയ്യുമ്പോൾ ആദ്യത്തെ സുഹൃത്ത് പറയുന്നു, സർ, ഞാൻ ബിട്ടുവിനോട് സംസാരിച്ചിട്ട് തന്നെ ഒരാഴ്ചയായി, എനിക്കൊന്നും അറിയില്ല. രണ്ടാമൻ പറയുന്നു, ഞാൻ 1 മണിക്കൂർ മുമ്പാ നേപ്പാളിൽ നിന്ന് വന്നത്. ഇതാ നോക്കൂ എന്റെ ട്രെയിൻ ടിക്കറ്റ്. മൂന്നാമൻ പറയുന്നു, ബിട്ടുവിന് മാംഗോ ജ്യൂസ് വളരെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 3 ദിവസം മുമ്പ് മാർക്കറ്റിൽ വെച്ച് മാംഗോ ജ്യൂസ് കുടിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ബിട്ടുവിനെ കണ്ടിട്ടേ ഇല്ല. നോക്കൂ ആ ദിവസത്തെ ഫോട്ടോ. 3 പേരും പറയുന്നത് കേട്ടിട്ട് മെഹുലിന് മനസ്സിലാകുന്നു ആരാണ് കള്ളം പറഞ്ഞതെന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ ലോജിക്കൽ ആർമി? രണ്ടാമത്തെ സുഹൃത്ത് പറയുന്നത് കള്ളമാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് ട്രെയിൻ സർവീസ് ഇല്ല, അത് ഫേക്ക് ടിക്കറ്റാണ്. മെഹുൽ അയാളെ പിടികൂടി ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അയാൾ പറയുന്നു, 2 ദിവസം മുമ്പ് 2 പേർ ഒരാളെ മർദ്ദിക്കുകയായിരുന്നു. അപ്പോൾ ബിട്ടു അയാളെ രക്ഷിച്ചു. എന്നിട്ട് ആ വിവരം പോലീസിൽ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി 2 ഗുണ്ടകളെയും അറസ്റ്റ് ചെയ്തു. ഗുണ്ടകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും ആ ഗുണ്ടകൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ബിട്ടുവിനെ അവർ കൊല്ലുമെന്ന്. ഞാൻ നന്നായി പേടിച്ചു പോയി സർ, അതുകൊണ്ടാ കള്ളം പറഞ്ഞത്. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. ബിട്ടുവിന്റെ കൊലപാതകത്തിൽ ആ ഗുണ്ടകൾക്ക് പങ്കുണ്ടെന്നാണ്. ജയിലിൽ പോയി ആ 2 ഗുണ്ടകളെയും ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. മെഹുൽ പെട്ടെന്ന് തന്റെ കാറിൽ ജയിലിലേക്ക് എത്തുന്നു. ജയിലിനുള്ളിൽ മെഹുൽ 3 പോലീസുകാരെ കാണുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാനാകുമോ 3 പേരിൽ ഏത് പോലീസുകാരന്റെ അടുത്തേക്കാകും മെഹുൽ പോവുകയെന്ന്? ആദ്യത്തെ പോലീസ് സബ് ഇൻസ്പെക്ടറാണ്, കാരണം അദ്ദേഹത്തിന് 2 സ്റ്റാർ ഉണ്ട്. രണ്ടാമത്തെ പോലീസ് ഇൻസ്പെക്ടറാണ്, കാരണം അദ്ദേഹത്തിന് 3 സ്റ്റാർ ആണുള്ളത്. ജയിലിൽ ഒരിക്കലും ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും ഉണ്ടാകില്ല. അതിനർത്ഥം ഇവർ എന്തോ അന്വേഷണത്തിനായി എത്തിയതാണ്. മെഹുൽ 3ാമത്തെ ആളുടെ അടുത്തേക്ക് പോകുന്നു. അദ്ദേഹം ജയിലറാണ്. മെഹുൽ ജയിലറോട് ആ 2 ഗുണ്ടകളെയും കുറിച്ച് അന്വേഷിക്കുന്നു. അപ്പോൾ ജയിലർ പറയുന്നു, ഇന്ന് രാവിലെ അവർ 2 പേരും ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരെ ആരാണ് ജാമ്യത്തിൽ ഇറക്കിയത്? എനിക്ക് അയാളുടെ പേരും അഡ്രസ്സും തരൂ. മെഹുൽ ജയിലറിൽ നിന്ന് അയാളുടെ അഡ്രസ് വാങ്ങുന്നു. എന്നിട്ട് തന്റെ കാറിൽ പെട്ടെന്ന് അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. ഇയാളുടെ വീട് വളരെ വലുതാണല്ലോ, ഇനി ഇയാൾ ഒരു കോടീശ്വരനായിരിക്കും. മെഹുൽ അകത്തേക്ക് പോകുന്നു. എന്നിട്ട് അയാളോട് ആ 2 ഗുണ്ടകളെയും കുറിച്ച് അന്വേഷിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, അവർ 2 പേരും എന്റെ ആളുകളാണ്, എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്, അതുകൊണ്ടാണ് അവരെ ജാമ്യത്തിൽ എടുത്തതെന്ന്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവർ കാട്ടിൽ വെച്ച് ഒരാളെ കൊന്നു. എന്നെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ. അയാൾ അവരെ 2 പേരെയും ഫോണിൽ അവിടേക്ക് വിളിപ്പിക്കുന്നു. 2 ഗുണ്ടകളും വീടിന് വെളിയിലേക്ക് എത്തുന്നു. പക്ഷേ ഗേറ്റിന് പുറത്ത് മെഹുലിന്റെ കാർ നിർത്തിയിട്ടിരുന്നു. അവർ പെട്ടെന്ന് തന്നെ ബൈക്കിൽ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. മെഹുൽ തന്റെ കാറിൽ അവരെ പിന്തുടരുന്നു. 2 പേരും ഫുൾ സ്പീഡിൽ ബൈക്ക് ഓടിക്കുകയായിരുന്നു. ലോജിക്കൽ ആർമി, നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മെഹുലിന് പെട്ടെന്ന് അവരെ പിടിക്കുവാൻ കഴിയുന്ന തരത്തിൽ? ശ്രദ്ധിച്ചു നോക്കൂ. ഹൈവേയിൽ അടുത്ത് തന്നെ ഒരു ബാരിയർ വെച്ചിട്ടുണ്ട്. ഒരു ട്രാഫിക് പോലീസുകാരനും അവിടെ നിൽക്കുന്നുണ്ട്. ആ ബാരിയർ താഴെ വീണാൽ ബൈക്ക് അവർക്ക് അവിടെ നിർത്തേണ്ടി വരും. മെഹുൽ പെട്ടെന്ന് ട്രാഫിക് പോലീസുകാരന് ഫോൺ ചെയ്ത് ബാരിയർ താഴെ വീഴ്ത്തുന്നു. സ്പീഡിൽ വന്നത് കാരണം 2 പേരും ബാരിയറിലിടിച്ച് വീഴുന്നു. അവരുടെ ബൈക്കും താഴെ വീഴുന്നു. മെഹുലും ട്രാഫിക് പോലീസുകാരനും ചേർന്ന് അവരെ പിടികൂടുന്നു. കേസ് സോൾവ്ഡ്. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്.